അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന് 99 പേരുകളുണ്ട്, അസ്മാഉൽ ഹുസ്ന. നമ്മൾ പലപ്പോഴായി അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ടുണ്ട്, ഓരോ പേരിൻ്റെയും ഫളീലത്തുകൾ, അതിൻ്റെ മഹത്വമൊക്കെ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ ഒരു പേര്, അത് വെറുതെ പറയുകയല്ല, നമ്മുടെ വലത് കൈപ്പത്തി നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10 പ്രതിഫലങ്ങളാണ്. ആ 10 പ്രതിഫലങ്ങളിൽ 5 പ്രതിഫലം ദുന്യാവിലും 5 പ്രതിഫലം നാളെ ആഖിറത്തിലുമാണ്. ഏതൊക്കെയാണ് ആ പ്രതിഫലങ്ങൾ? ഏതാണ് അള്ളാഹുവിൻ്റെ ആ ഇസ്മ എങ്ങനെയാണ് പറയേണ്ടത്, എപ്പോഴാണ് പറയേണ്ടത്? വിശാലമായി നമുക്ക് കേൾക്കാം. ശൈത്വാന്റെ ഷർറാണ് നമ്മളെ പാപങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ശൈത്വാന്റെ ഷർറിനെ തൊട്ട് കാവൽ കിട്ടാൻ മുത്ത് റസൂൽ പഠിപ്പിച്ച ഒരു അത്ഭുത ദിക്റുണ്ട്. ആ ദിക്ർ നമ്മൾ പറഞ്ഞാൽ ശൈത്വാന്റെ ഇബ്ലീസിന്റെ ഷർറിനെ തൊട്ട് കാവൽ കിട്ടും. അതേതാണ് ആ ദിക്ർ, എപ്പോഴാണ് പറയേണ്ടത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ഈ ദിവസം നമുക്ക് പുതിയ ശീലങ്ങൾ ഇനി തുടങ്ങാം. അങ്ങനെ പുതിയ ശീലം തുടങ്ങുമ്പോൾ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു, ശൈത്വാന്റെ ഷർ അതാണല്ലോ നമ്മളെ എല്ലാ കുഴപ്പം ഉണ്ടാക്കുന്നത്, നമുക്ക് മടി ഉണ്ടാകുന്നത്, നിസ്കാരം കള്ളായി പോകുന്നത്, അതുപോലെ അള്ളാനെ മറന്നു പോകുന്നത്, മറ്റ് ഹറാമുകളിലേക്ക് പോകുന്നത്. ശൈത്വാന്റെ ഉപദ്രവം ഷർറ് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ്, അള്ളാഹുവിനെ മറക്കുമ്പോഴാണ്. ഈ ശൈത്താന്റെ ഷർറിനെ തൊട്ട് നമുക്ക് കാവൽ കിട്ടാനുള്ള വലിയ ഒരു അമലാണ്, വലിയൊരു ദിക്റാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും രണ്ടാമതായി പറഞ്ഞു തരുന്നത്. ഈ ഒരു ദിക്ർ നമ്മൾ എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ഈ ഒരു ദിക്ർ പതിവാക്കി കഴിഞ്ഞാൽ ശൈത്വാന്റെ ഷർറിനെ തൊട്ട്, മോശപ്പെട്ട ചിന്തകളെ തൊട്ട്, മോശം പ്രവൃത്തികളെ തൊട്ട് അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും. അതേതാണ് ആ ദിക്ർ? നമുക്കൊക്കെ അറിയാവുന്ന ദിക്റാണ്. ആ ദിക്ർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. നമ്മൾ ഹദ്ദാദൊക്കെ ഓതുമ്പോൾ അതിൽ പറയുന്നൊരു ദിക്റാണ്. റളീതു ബില്ലാ എന്ന് പറയാം, റളീന ബില്ലാ എന്നും പറയാം. റളീതു എന്ന് പറഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെട്ടു, റളീന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃപ്തിപ്പെട്ടു എന്നാണ്. എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളിവിടെ പറയുന്നത് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം, കുഴപ്പമില്ല. ഇവിടെ ആ ദിക്റിന്റെ രൂപം റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഈ ഒരു ദിക്ർ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, അതുപോലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം നമ്മൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ ശൈത്വാന്റെ ഷർറിനെ തൊട്ട് വലിയ കാവലുണ്ടാകും. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ, ചെറിയ മക്കൾ കരയുകയാണെങ്കിൽ, അവരൊക്കെ രാത്രി എഴുന്നേറ്റിങ്ങനെ കരയുമല്ലോ, പെട്ടെന്ന് ചിലപ്പോൾ പേടിച്ചൊക്കെ കരയും. ആ സമയത്ത് അവർക്ക് ആയത്തുൽ കുർസിയും ഈ ഒരു ദിക്റും നമ്മൾ മന്ത്രിച്ചോദിയാൽ വലിയ ഒരു ശമനമുണ്ടാകും. വലിയ ആ പ്രയാസത്തിൽ നിന്നുള്ള വലിയൊരു കാവൽ, പ്രയാസം മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആയത്തുൽ കുർസി എപ്പോഴും മുറുകെ പിടിക്കണം. അതോടൊപ്പം തന്നെ പറയാവുന്ന ഒരു ദിക്റാണ് നമ്മളിവിടെ പറഞ്ഞത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബില്ലാഹി റബ്ബ എൻ്റെ രക്ഷിതാവായി അല്ലാഹുവിനെ നാം തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, വബിൽ ഇസ്ലാമി ദീന പരിശുദ്ധമായ ഇസ്ലാം, ആ മതത്തെ, ഇസ്ലാം എന്ന പുണ്യമായ മതത്തെ എൻ്റെ ദീനായി, എൻ്റെ മതമായി ഞാനിതാ അംഗീകരിച്ചിരിക്കുകയാണ്. വബി മുഹമ്മദിൻ നബിയ അല്ലാഹുവേ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എൻ്റെ നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിക്ർ മറന്നു പോവണ്ട. ഇനിയോ എൻ്റെ ഉമ്മമാർക്ക് മൂന്നാമതായി പറഞ്ഞു തരുന്നത് ഒരു പുതിയ ശീലം നമുക്ക് ഈ മുഹറം മാസത്തിൽ തുടങ്ങാം. അതിൽപ്പെട്ടത് ഒന്നാണ് 2 റക്അത്ത് നിസ്കാരം. ആ 2 റക്അത്ത് നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ പേര് ഹാജത്ത് നിസ്കാരം എന്നാണ്. ഹാജത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വിശാലമായി നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ, നമ്മുടെ ചാനൽ നോക്കിയാൽ കിട്ടും. ഹാജത്ത് നിസ്കാരത്തിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകളും ഫളീലത്തുകളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ അല്ലാഹുവേ 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം, അത് ഹാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യ നിർവഹണം, എന്തെങ്കിലും ഒരു ആവശ്യം നമ്മുടെ മുന്നിലുണ്ട്, ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ, വീട് പണി നടക്കുന്നു, വീട് പണി വേഗത്തിലാവണം,
മക്കളുടെ വിവാഹം കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അതൊക്കെ വേഗത്തിലും ഖൈറിലുമാവണം. അതിനുവേണ്ടി നമുക്ക് ഹാജത്ത് ആവശ്യപൂർത്തീകരണ നിസ്കാരം നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൂടുതൽ കിട്ടാൻ വേണ്ടി ഇൻഷാ അള്ളാഹ് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഹാജത്ത് നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് അത് ഏത് സമയത്തും നിസ്കരിക്കാം. സുന്നത്തായ നിസ്കാരമാണ്, ഏത് സമയത്തും നിസ്കരിക്കാം. ആ നിസ്കാരം പ്രത്യേകിച്ച് രാത്രിയിൽ നിസ്കരിക്കലാണ് ഒന്നുകൂടി ഖൈർ, പകൽ നിസ്കരിച്ചാലും നല്ലതാണ്. ആ നിസ്കാരം നിസ്കരിക്കുമ്പോൾ അള്ളാഹുവേ എൻ്റെ ഉമ്മമാരെ പ്രത്യേകിച്ച് കേൾക്കണേ, പടച്ചവൻ്റെ വലിയ അള്ളാഹിൻ്റെ വലിയ സഹായമുണ്ടാവാൻ ഹാജത്ത് നിസ്കാരത്തിന് ശേഷം 12 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഹാജത്ത് നിസ്കാരം അത് കഴിഞ്ഞ് 12 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. എന്നിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു തആല വലിയ പർവ്വത സമാനമായ വലിയ ആഗ്രഹങ്ങളാണ്, മുറാദുകളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിലും അല്ലാഹു അത് നിർവഹിച്ച് നൽകുമെന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകുകയാണ്. രണ്ടാമതായി ശൈത്താന്റെ ശർറിനെ തൊട്ട് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള ദിക്ർ നമ്മൾ പറഞ്ഞു. മൂന്നാമതായി ആവശ്യ പൂർത്തീകരണം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട നിസ്കാരം, ആ നിസ്കാരത്തിന് ശേഷം ഏത് സൂറത്ത് ഓതണം എന്നും നാം പറഞ്ഞു. ഇനി നാലാമതായി എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാനുള്ളത്, പുതിയ ഒരു ശീലം നമുക്ക് തുടങ്ങാം. ആ പുതിയ ശീലം തുടങ്ങുമ്പോൾ അള്ളാഹുവേ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ നമ്മളിലേക്ക്, വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്, പകൽ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നാലാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. ഈ ഒരു പുതുവർഷം അല്ലെ, പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നമുക്ക് പ്രചോദനമാവണം. ആ ഒരു പുതിയ കാര്യം തുടങ്ങാനുള്ള പ്രചോദനത്തിന് ഏറ്റവും വലിയൊരു വഴിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ 99 പേരുകൾ നമ്മളിൽ പല ആളുകൾക്കും അറിയാം. അസ്മാഉൽ ഹുസ്ന കാണാതെ അറിയാവുന്നവർ എല്ലാ ദിവസവും ഓതുക. അല്ലെങ്കിൽ അത് ഓരോ ദിവസവും അത് മുഴുവനായും ഓതാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാണ്. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മു ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരു നിശ്ചിത എണ്ണം പറഞ്ഞാൽ അത് വലിയ കൂലിയാണ്. അതായത് ഒരു ദിവസം ഒരു ഇസ്മെങ്കിലും, അള്ളാഹുവിൻ്റെ ഒരു പേരെങ്കിലും നമ്മളൊരു നിത്യമായ ഒരു 11 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 33 പ്രാവശ്യമോ നമ്മൾ പറഞ്ഞാൽ വമ്പൻ നേട്ടമാണ്. അങ്ങനെ ഒരു പുതിയ ശീലം ആരെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഗുണമുള്ള ഒരു ഇസ്മാണ്. എല്ലാ ഇസ്മിനും വലിയ കൂലിയുണ്ട്, പറഞ്ഞാൽ വലിയ വമ്പൻ പ്രതിഫലങ്ങളാണ്, വമ്പൻ നേട്ടങ്ങളാണ് കിട്ടാൻ പോകുന്നത്. എല്ലാ ഇസ്മിനും വലിയ മഹത്വമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന അള്ളാഹുവിൻ്റെ ഈ ഒരു പേര്, അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനി എല്ലാ ദിവസവും ഇൻഷാ അള്ളാഹ് നമ്മളൊരു പുതിയ ശീലം തുടങ്ങുന്നു. എല്ലാ ദിവസവും 71 പ്രാവശ്യം. 71 പ്രാവശ്യമോ എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട, വളരെ സിമ്പിളാണ്. മിനിറ്റുകൾ കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ഒരു ഇസ്മാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മു പറഞ്ഞു കഴിഞ്ഞാൽ 71 പ്രാവശ്യം, അത് വെറുതെ പറയുകയല്ല, നമ്മുടെ വലത് കൈപ്പത്തി നമ്മുടെ നെഞ്ചിനോട്, ഹൃദയത്തിൻ്റെ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പറയുക. അത് സുബഹി നിസ്കാരമോ ളുഹർ, അസർ, മഗ്രിബ്, ഇശ ഈ 5 വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ 5 വക്കത്ത് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം നമുക്ക് ചിലപ്പോൾ സുബഹി കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല, വേണ്ട ളുഹർ കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. ചിലപ്പോൾ ളുഹർ കഴിഞ്ഞ സമയം ഉണ്ടാവില്ല, വേണ്ട അസർ കഴിഞ്ഞ് പറഞ്ഞാൽ മതി. ഈ 5 വക്കത്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തെ, ഏതെങ്കിലും ഒരു ഫർദ് നിസ്കാരത്തിന് ശേഷം 71 പ്രാവശ്യം വലത് കൈ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. ഒരു മനുഷ്യൻ ഇനി പറയാൻ പോകുന്ന ഇസ്മു, അള്ളാഹുവിൻ്റെ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആ പേര്? യാ വഹാബു യാ അല്ലാഹ്. യാ വഹാബു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു പേര് വഹാബ്. യാ വഹാബ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. യാ വഹാബു യാ അല്ലാഹ്, അങ്ങനെയാണ് ഏറ്റവും നല്ലൊരു രൂപം. യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്. ഒരുപാട് ഔദാര്യം ചെയ്യുന്നവനെ, കയ്യും കണക്കുമില്ലാതെ ഔദാര്യം ചെയ്യുന്നവനായ അള്ളാഹുവെ എന്നാണ് അതിൻ്റെ അർത്ഥം. യാ വഹാബു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ 71 പ്രാവശ്യം വലത് കൈപ്പത്തി നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് 5 വക്കത്ത് നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കാരത്തിന് ശേഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ ഒരു പുണ്യമായ ഇസ്മ പറഞ്ഞതിൻ്റെ നമുക്ക് പ്രതിഫലമായി കിട്ടാൻ പോകുന്നത്, ഈ ദുന്യാവിൽ നമുക്ക് 5 പ്രതിഫലം
പ്രതിഫലമാണ്. അതുപോലെ ആഖിറത്തിൽ കിട്ടുന്നതും 5 പ്രതിഫലമാണ്. ദുനിയാവിൽ കിട്ടുന്നത് 5 പ്രതിഫലം, ആഖിറത്തിൽ കിട്ടുന്നതും 5 പ്രതിഫലം. ഒന്നാമതായി ദുനിയാവിൽ കിട്ടുന്നത് അവിടെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകും. യാ വഹാബ് യാ അല്ലാഹ് എന്ന ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. രണ്ടാമത്തേത് അവനെ മാറാ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുമെന്നാണ്. അതുപോലെ മൂന്നാമത്തേത് അവൻ്റെ സന്താനങ്ങളിലും അവൻ്റെ സമ്പത്തിലും അല്ലാഹു തആല വിശാലത ചെയ്യുന്നതാണ്. നാലാമതായി അവനെ ഇടങ്ങേറാക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നും കരകയറാൻ ഔദാര്യവാനായ അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും. അഞ്ചാമത്തേത് മരിക്കുന്ന സമയം ഈമാൻ സലാമത്താകുന്നതാണ്. ഇതാണ് ദുനിയാവിൽ കിട്ടുന്ന 5 പ്രതിഫലം. ഇനി ആഖിറത്തിലോ ഖബറിൽ അവർക്ക് വിശാലതയുണ്ടാകും. അതുപോലെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ നന്മക്ക് ഭാരമുണ്ടാകും. സിറാത്ത് പാലം വേഗത്തിൽ കടന്നു പോവാൻ പറ്റും. അതുപോലെ കണ്ണുകൊണ്ട് പോലും നരകത്തെ കാണേണ്ടി വരുന്ന അവസ്ഥ അല്ലാഹു കൊടുക്കുകയില്ല. അഞ്ചാമത്തേത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടും. യാ വഹാബു യാ അല്ലാഹ് 71 പ്രാവശ്യം വലത് കൈ നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് കണ്ണടച്ചിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി, അതിൻ്റെ അർത്ഥം ഔദാര്യവാനായ അല്ലാഹുവേ എനിക്ക് ദുനിയാവിലും ഔദാര്യം വേണം, അതുപോലെ നിന്റെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവിടെയും നിന്റെ ഔദാര്യം വേണം. യാ വഹാബു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് എന്ന് 71 പ്രാവശ്യം അത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഈ പറയപ്പെട്ട കൂലി നമുക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വർഷമാണ്, പുതിയ ശീലങ്ങൾ തുടങ്ങാൻ പറ്റിയതാണെന്ന് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ 99 പേരുകൾ, അതിൻ്റെ ശ്രേഷ്ഠത ഒരുപാടുണ്ട്. അതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു. അത് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനലിൽ കിട്ടും. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ 99 പേരുകളും ഒന്നിച്ച് പറയാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുണ്ട്, കൂലിയുണ്ട് നമ്മൾ പറഞ്ഞു. ഇനി അതല്ല, നമുക്ക് മറ്റൊരു പുതിയ ശീലം തുടങ്ങാം. അതായത് അള്ളാഹുവിൻ്റെ ഈ 99 പേരുകളിൽ ഓരോ പേരും നമ്മൾ ഇന്ന് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്ന് നമ്മളിവിടെ പറഞ്ഞത് യാ വഹാബു യാ അല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ പേരാണ്. ഈ പേര് നമ്മൾ ഇന്ന് പറയുക. നാളെ വെള്ളിയാഴ്ച, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച വരെ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത വ്യാഴാഴ്ച വരെ ഈ യാ വഹാബു യാ അല്ലാഹ് എന്ന പേര് നിത്യമായി പറയുക. അതായത് ഒരാഴ്ച അള്ളാഹുവിൻ്റെ ഒരു പേര്, അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച യാ ഫത്താഹു യാ അല്ലാഹ്, അതിനൊക്കെ വമ്പൻ കൂലിയാണ് ആ പേര് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് യാ ലത്തീഫ് യാ അല്ലാഹ്, അത് കഴിഞ്ഞ് യാ റസാഖു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ റഹ്മാൻ. അങ്ങനെ അള്ളാഹുവിൻ്റെ 99 പേരുകളും നമ്മളൊരു ഒരാഴ്ച റൊട്ടേറ്റ് ചെയ്തിങ്ങനെ മാറി നമ്മൾ പറയുകയാണെങ്കിൽ, ഇനി അത് ചിലപ്പോൾ ഇനി ഒരാഴ്ച പറയണ്ട, ഒരു 3 ദിവസമായിക്കോട്ടെ അല്ലെങ്കിൽ 4 ദിവസമായി, അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തിങ്ങനെ മാറി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഏകദേശം അള്ളാഹുവിൻ്റെ 99 പേരുകളും നമുക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു മാസം ഒരു പേര് അങ്ങനെയൊക്കെ പറയാം. അത് ഓരോ ആളുകളുടെ സൗകര്യം അനുസരിച്ച്, ഇഷ്ടമനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഇങ്ങനെ ഒരു പുതിയൊരു ശീലമായിട്ട് അത് തുടങ്ങിയാൽ വമ്പൻ നേട്ടം, നമ്മൾ അറിയാതെ നമ്മുടെ കാര്യങ്ങൾ പടച്ചോൻ ഏറ്റെടുത്ത് നടത്തി തരും. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ 99 പേരുകൾക്കും വ്യത്യസ്തമായ കൂലിയുണ്ട്. അപ്പോൾ ഇത് അള്ളാഹിൻ്റെ പേരാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവർ നമുക്ക് പഠിപ്പിച്ച് നൽകിയതാണ്. മറ്റ് ദിക്റുകളെ, സ്വലാത്തുകളെ പോലെയല്ല. ഇത് അള്ളാഹിനെ നമ്മൾ നേരിട്ട് അള്ളാഹ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അപരനാമങ്ങളാണ് ഈ ഒരു യാ വഹാബ് യാ അല്ലാഹയും അതുപോലെ യാ റസാഖ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്. ഇതൊക്കെ അള്ളാഹ് എന്ന ആ ഒരു പേരിൻ്റെ മറ്റു പേരുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വമ്പൻ കൂലിയാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട, യാതൊരു തർക്കവും അതിലില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ഓരോരോ പേരുകൾ മാറി പറയുന്നത്. എന്നിട്ട് അവസാനം ഈ 99 പേരും പറഞ്ഞിട്ട് ദുആരെന്നാൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ്. അള്ളാഹ് കാത്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടിമകൾ ഇങ്ങനെ ദുആരക്കുന്നത് കേൾക്കാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു പുതിയ ശീലം എല്ലാവരും മനസ്സിൽ വെക്കുക. എല്ലാവരും അത് നിത്യമായി കൊണ്ടു നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ ഒരുപാട് അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഒരുപാട് അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഇത് പറഞ്ഞവർക്കും ഇത് കേൾക്കുന്നവർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും അല്ലാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു കൂട്ടായ്മ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സ്നേഹബന്ധം അല്ലാഹു നാളെ സ്വർഗത്തിലും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ ഒരുപാട്
ഒരുപാട് ദുആവസിയത്തുകൾ. അത് വായിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ ഓരോ ദുആവസിയത്തും വായിച്ച് അവസാനം സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ എല്ലാ ദുആവസിയത്തും കാണുന്നുണ്ട്, അത് വായിക്കുന്നുണ്ട്. ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ദ്വാരക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം എന്തെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ്, എന്തെല്ലാം രോഗങ്ങളുടെ കാര്യം, പ്രയാസങ്ങൾ പറഞ്ഞ് ദുആവസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. മനസ്സിലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, എല്ലാവർക്കും ഖൈറും സലാമത്തും അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഭാര്യമാര് ഗർഭിണികളാണ്, അതുപോലെ മരുമക്കള്, പേരക്കുട്ടികൾ, അവരൊക്കെ പലരും ഗർഭിണികളാണ്, പ്രസവം അടുത്തിരിക്കുന്നു, സുഖപ്രസവം ഉണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞ ഉപ്പമാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറായ നല്ല കുട്ടികളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളില്ലാത്തവരുണ്ട്, അവരുടെ ആ പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു രോഗങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ അല്ലാഹു തആല സലാമത്താക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.